അറിവമ്മ എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ. തിരുവനന്തപുരം ജില്ലയിലെ വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം 800-ലധികം വർഷത്തെ പഴക്കമുള്ള ഒരു പുണ്യകേന്ദ്രമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്ന് ഭക്തർ വിശേഷിപ്പിക്കുന്ന ദേശദേവതയായ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വെൺപാലവട്ടത്ത് തലയുയർത്തി നിൽക്കുന്ന 2 ക്ഷേത്രങ്ങളാണ് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രവും വെൺപാലവട്ടം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രവും. അണയാനാളും ദീപം അടിയന്റെ ഹൃദയം പോലെ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്ക് പേട്ട വെൺപാലവട്ടം റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്രങ്ങൾ ഭക്തരെ ആകർഷിക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ ക്ഷേത്രങ്ങളാണ്. തിരുവിതാംകൂർ രാജവംശകാലത്ത് കരംപിരിവിന്റെ ആവശ്യത്തിനായി ആക്കുളം തടാകത്തിന്റെ തെക്കേക്കരയിലുള്ള ചാവടിയിലേക്ക് പോകുവാൻ ഈ പ്രദേശത്തിന്റെ മധ്യത്തിലൂടെ ഒരു നടപ്പാതയുണ്ടായിരുന്നു. ഈ നടപ്പാത പേട്ടയിലെ ഗേറ്റ് ഫോർട്ട് റോഡായി മാറിയപ്പോൾ ഇവിടുത്തെ ശ്രീ ദുർഗാദേവി ക്ഷേത്രവും ശ്രീ ഭഗവതി ക്ഷേത്രവും റോഡിന്റെ ഇരുവശത്തുമായി വേർപിരിഞ്ഞു. ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെട്ടിരുന്ന 2 ക്ഷേത്രങ്ങൾ ഇപ്പോൾ റോഡിന്റെ ഇരുവശത്തുമുള്ള 2 ക്ഷേത്രങ്ങളായി കാണപ്പെടുന്നതിന്റെ കാരണം ഈ വിഭജനമാണ്. ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള വെൺപാലവട്ടം ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന ദേവതകൾ ശ്രീ ഭദ്രകാളി, ചാമുണ്ഡി, ദുർഗ, യോഗീശ്വരൻ, ഗുരു, നാഗർ എന്നിവരാണ്. ഭക്തരെ ആകർഷിക്കുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ദുർഗാ ഭഗവതി ക്ഷേത്രം 2007 താന്ത്രിക നിയമങ്ങളനുസരിച്ച് ഒരു മഹാക്ഷേത്രത്തിന്റെ ശൈലിയിൽ ക്ഷേത്രത്തിന്റെ ചെയർമാനും കുടുംബാംഗവുമായ ഡോക്ടർ ബിജു രമേശ് പുതുക്കി പണിതു. 8 വീട്ടിൽ പിള്ളമാരുടെ കളരി ഗുരുക്കളായിരുന്നത് ഈ ക്ഷേത്രത്തിലെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു. പ്രധാനമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് പ്രാചീനമായി നിന്നിരുന്നത് കളരിയും വൈദ്യവും ആയിട്ടായിരുന്നു ബന്ധപ്പെട്ട് നിന്നിരുന്നത്. ഇത് ഇവിടെ നിന്നാണ് ഈ കുടി കൊണ്ടിരുന്ന ചൈതന്യങ്ങളാണ് 2 ചൈതന്യമാണ് കരിക്കകത്തെ കളരി തുടങ്ങിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയ. അവിടെ ഇന്നിപ്പോൾ കുടികൊള്ളുന്ന കരിക്കകത്തെ ചാമുണ്ഡി ദേവിയും തുഴുവങ്കോട് സ്ഥിതി ചെയ്യുന്ന ചാമുണ്ഡി ദേവിയും രണ്ടും ഇവിടുത്തെ കളരിയിൽ നിന്നും ആ കളരിയുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിലേക്ക് പോയതാണ്. 8 വീട്ടിൽ പിള്ളേരെ കഴക്കൂട്ടം പിള്ളേരെ കളരിയിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഈ ചാമുണ്ഡി ദേവി അമ്മ തുഴുവങ്കോട്ടിലേക്ക് മാറുകയും അവിടെ വരികയും ചെയ്തത്. വളരെ പ്രാധാന്യമായിട്ട് ഉള്ളൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് തുഴുവൻകോട് ചാമുണ്ഡി ദേവി ക്ഷേത്രവും. ഇതിൻ്റെ മൂലസ്ഥാനം വെൺപാലവട്ടത്താണ് കുടികൊള്ളുന്നത്. ഇവിടെ 3 ക്ഷേത്ര ആലയങ്ങളായിട്ടാണ് വെൺപാലവട്ടത്തിൽ കുടികൊള്ളുന്നത്. ഒന്ന് യോഗീശ്വരൻ്റെ ഗുരുവും ചാമുണ്ഡിയും അടങ്ങുന്ന ഒരു
വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ഐതിഹ്യങ്ങളുടെ പാത പിന്തുടർന്ന് രാജകീയ കാലഘട്ടത്തിലെ കൊട്ടാരവുമായുള്ള പരമ്പരാഗത സൗഹൃദങ്ങളുമായി ഇഴചേർന്ന കഥകൾ ഈ മഹാക്ഷേത്രത്തിലുണ്ട്. സർപ്പക്കാവും വളരെ വിശാലമായ സർപ്പക്കാവ്, തിരുവൂർ സിറ്റിക്കകത്തൊക്കെ സർപ്പക്കാവ് എന്ന് പറയുന്ന നമ്മൾ ഒരിടവും ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ വിശാലമായി വളരെ കുടികൊള്ളുന്ന സർപ്പങ്ങൾ ജീവനോടെ നമുക്ക് കാണുകയും അവിടെ വന്ന് പാല് കുടിക്കുകയും ചെയ്യുന്ന, എല്ലാ ദിവസവും പാല് വയ്ക്കുന്ന, പാല് കൃത്യമായി കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യം നൽകിയിട്ടുള്ള ഒരു സർപ്പക്കാവാണ്. എൻ്റെ മകൾക്ക് പോലും സന്താന സൗഭാഗ്യം അവിടെ നിന്ന് അമ്മയാണ് നൽകിയത്. മണ്ണാറശാല കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ സർപ്പഗുഹയാണ് പുരാതന വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. ആയില്യപൂജയും 100 പാൽ നിവേദ്യവും തുലാമാസത്തിലെ ആയില്യപൂജയുമായി ബന്ധപ്പെട്ട സർപ്പബലി എന്നിവ ആചാരപ്രകാരമാണ് നടത്തുന്നത്. പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട് പാൽ കുടിക്കുന്ന അപൂർവ ദൃശ്യങ്ങൾ കാവിൽ നിത്യകാഴ്ചയാണ്. ക്ഷേത്ര ദർശനത്തിൽ വരുമ്പോൾ ആദ്യം പോയി എല്ലാവരും തൊഴേണ്ടതും താഴെ കുടികൊള്ളുന്ന, കീഴ്ക്കാവിൽ കുടികൊള്ളുന്ന യോഗീശ്വരൻ ഗുരു ചാമുണ്ഡി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. അത് ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രം. കാണുമ്പോൾ തന്നെ അറിയാം പഴക്കമുള്ളതാണ്. ഓലമേഞ്ഞതാണ് പണ്ട് മുതലേ. ആ ഓലമേഞ്ഞ രീതിയിൽ തന്നെ ഇന്നും നിലനിർത്തും. പക്ഷേ അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും മനസ്സിലാവുന്നില്ല. അത് 2 നില കെട്ടിടമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു നിലയായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഭൂമിയുടെ അടിയിലേക്ക് വലിയൊരു മുറിയും അതിനകത്ത് വർഷത്തിലൊരു ദിവസമാണ് തന്ത്രി വന്ന് അതിനകത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. അത് ഒരിക്കലും നമുക്ക് തന്നെ അതിൻ്റെ അടിയിലൊരു നിലവറയുള്ള കാര്യം ഒരു നിലവറ രഹസ്യം പോലെ ഇരിക്കുകയായിരുന്നു. അതെല്ലാ വർഷവും പ്രശ്നത്തിന് ശേഷം എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാവരും വ്രതമെടുത്തതിന് ശേഷം മാത്രം അതിനകത്ത് ഇറങ്ങാറുള്ളൂ. ഇറങ്ങി അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാം, നാഗങ്ങൾ വരെ ആ പൂജ നടക്കുന്ന സമയത്ത് അവിടെ നാഗത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നേരിൽ കാണാൻ കഴിയും. വെൺപാലവട്ടത്തിന് ആദിശക്തിയുടെ അപാരമായ ശക്തിയും ശ്രീ ഭഗവതിയുടെയും ശ്രീ ഭദ്രകാളിയുടെയും ശാന്തമായ സാന്നിധ്യവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, കുളത്തൂർ കോലത്തുകരയിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ഈ ആൽമര ചുവട്ടിൽ വിശ്രമിച്ചിരുന്നു. വെൺപാലവട്ടത്തിൽ കുടികൊള്ളുന്ന അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. സത്യത്തിൽ വാസ്തവമാണ്. നമ്മളൊന്ന് മനസ്സുരുകി വിളിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരുന്നതാണ് എല്ലാവർക്കും ഉള്ള അനുഭവം. അപ്പോൾ അമ്മയുടെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ശ്രീരാമ സീതാ തത്വങ്ങളെ ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സീതാദേവി ഉപദേശിക്കുന്നു. അവിടെ ശ്രീരാമതത്വം ഉപദേശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്വിതീയമായ, രണ്ടാമതൊന്നില്ലാത്ത ഏകമായ പരബ്രഹ്മതത്വമാണ്
ശ്രീരാമൻ എന്നറിഞ്ഞാലും ഇവിടെ വൈദികമായ ഈശ്വര തത്വം എടുത്തു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ ഏകനാണെന്ന് മാത്രമല്ല, രണ്ടാമതൊന്നില്ലാത്ത ഏകനാണ്. എന്താണത്? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ആത്യന്തികമായ ഉണ്മയ്ക്കാണ് നമ്മൾ സത്തെന്ന് പറയുന്നത്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ടെന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിനും ഉണ്മയെ കൊടുക്കുന്ന ഏതൊരു ഉണ്മയുടെ ആ അനുസ്യൂത ഭാവമാണോ എല്ലാത്തിലുമുള്ളത്, ആ ആത്യന്തികമായ നാശരഹിതമായ സത്യത്തിനാണ്, ഉണ്മയ്ക്കാണ് സത്തെന്ന്, സത്യമെന്ന് വേദശാസ്ത്രം പറയുന്നത്. ആ ആത്യന്തികമായ ഉണ്മയാണ്, സത്തയാണ് ഈശ്വരൻ. അത് തന്നെ ചിത്താണ്. ചിത്തെന്ന് പറയുമ്പോൾ ആത്യന്തികമായ ജ്ഞാനം, കേവലമായ ജ്ഞാനം. നമ്മളിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഉദിച്ചുയരുന്ന വൃത്തികൾ, അന്ധഃകരണത്തിൽ ഉദിച്ചുയരുന്ന വൃത്തികൾ, അങ്ങനെയുള്ള വൃത്തികൾ വിവിധങ്ങളായ അറിവുകളെ നമുക്കുണ്ടാക്കി തരുന്നു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ പുസ്തകാകാരത്തിലുള്ള വൃത്തി എന്നിലുണ്ടാവുകയും ഞാനതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പുസ്തകമാണെന്നുള്ള അറിവ് എനിക്കുണ്ടായി. ഇത്തരം വൃത്തികൾക്കൊക്കെ ആസ്പദമായിരിക്കുന്ന കേവലമായ ബോധം, കേവലജ്ഞാനം, ആ കേവലജ്ഞാനത്തിനാണ് നമ്മൾ ചിത്തെന്ന് പറയുന്നത്. സത്താണ് ഈശ്വരൻ, ചിത്താണ് ഈശ്വരൻ. അതുപോലെ തന്നെ കേവല സുഖം, ആത്യന്തിക സുഖം, നിരപേക്ഷമായ സുഖം, അല്ലാതെ വിഷയസാപേക്ഷമായ സുഖമല്ല, ദേശകാലങ്ങളുടെ അപേക്ഷയിലുള്ള സുഖമല്ല, നിരപേക്ഷമായ സുഖം, അതിനാകുന്നു ആനന്ദമെന്ന് പറയുന്നത്. ഇവിടെ മറ്റൊന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. ഈ ആനന്ദത്തിൻ്റെ സ്ഫുരണങ്ങളാണ്, വിവിധ വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന ഭാവങ്ങളാണ് നമ്മൾ വിവിധ സുഖങ്ങളായിട്ട് മാനിക്കുന്നത്. ഈ ആത്യന്തികമായ സത്തും ചിത്തും ആനന്ദവും ആയിരിക്കുന്ന ഈശ്വരൻ, അതാണ് ഈശ്വര സ്വരൂപം. ഏകമാണ്, അദ്വയമാണ്. അതാകുന്നു പരബ്രഹ്മം, പരമാത്മ. ശ്രീരാമനെ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന്, പരമാത്മതത്വമാണെന്ന് നീ അറിഞ്ഞാലും. താത്പര്യം സർവദേവതകളിലൂടെയും വിവിധങ്ങളായ ഈശ്വരഭാവങ്ങളിലൂടെയും എല്ലാം ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനും അദ്വിതീയനുമായ പരമാത്മാവാണ്. ഇതാണ് വേദത്തിൻ്റെ പരമമായ താല്പര്യ നിർണയം. ഇതാണ് വേദാന്തത്തിൻ്റെ സാരം. ഈ ഒരു അറിവിനെ ആദ്യം തന്നെ ഉപദേശിച്ചു കൊടുക്കുകയാണ് സീതാദേവി ചെയ്യുന്നത്. തുടർന്ന് ഈ പരമാത്മതത്വം തന്നെയാകുന്നു ശ്രീരാമനെന്ന് അനുസന്ധാനം ചെയ്യാൻ വിസ്തരിച്ചു പറയുന്നു. നിശ്ചലവും സർവോപാധി നിർമുക്തവും സത്താമാത്രവുമാണെന്ന് നീ അറിയൂ. ഈ പ്രപഞ്ചം, ജഗത്ത് മുഴുവൻ ചലനാത്മകമാണ്. ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, മാറ്റങ്ങൾക്ക് വിധേയമായി ക്ഷയിച്ച് നശിക്കുന്നതാണ് ഈ പ്രപഞ്ചമഖിലവും. അങ്ങനെ ചലനാത്മകമായതുകൊണ്ടാണല്ലോ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് നമ്മൾ ജഗത്തെന്ന് പറയുന്നത്. ജഗത് ശബ്ദത്തിൻ്റെ അർത്ഥം ചലനാത്മകത്വം എന്നാണ്, ചലനയുക്തമായത്. അങ്ങനെ ചലിക്കണമെങ്കിൽ നിശ്ചയമായും ചലിക്കാത്തൊരടിസ്ഥാനം അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്തിൻ്റെ അപേക്ഷയിലാണ് ചലിക്കുന്നത്? ഇപ്പോൾ ചലനം എന്നുള്ളത് സംഭവിക്കണമെങ്കിൽ അചലമായൊരു അടിത്തറ നിർബന്ധമാണ്. ആ അചലമായ അടിത്തറയാണ് പരമസത്യം, ഈശ്വരൻ. അത് സൂചിപ്പിക്കുന്നു നിശ്ചലം, സർവോപാധി നിർമുക്തം. ദേശം, കാലം, വസ്തു, ഈ ഭേദങ്ങളോടുകൂടി
കോടാനുകോടി ഉപാധികൾ പ്രവർത്തിക്കുകയാണ്. ഈ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ലോകത്തിൽ സാമാന്യ തലത്തിൽ നമ്മൾ ഉപാധികളോട് താതാത്മ്യപ്പെട്ട് കഴിയുന്നു. ദേവതകളെ പൂജിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ പൂജക ഭാവത്തിലുള്ള എല്ലാം ഉപാധികളോട് കൂടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് പാരമാർത്ഥിക സ്വരൂപത്തെ ഉപദേശിക്കുന്നത്. സർവോപാധി വിനിർമുക്തമാണ്. അവിടെ ദേശകാലാദി പരിമിതികളില്ല. അതിനെല്ലാം അപ്പുറത്തുള്ള പരമസത്യമാണ് എന്ന് നീ മനസ്സിലാക്കൂ. സർവോപാധി നിർമുക്തം. അപ്പോൾ പിന്നെ എന്താ? കേവല സത്താ മാത്രം, ഉണ്മ മാത്രമായിരിക്കുന്നത്, സന്മാത്രമായിരിക്കുന്നത്. വേദം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കും, നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ പലതില്ല തന്നെ. അപ്പോൾ പലതായി കാണപ്പെടുന്നതോ അത് കേവലം വാചാരംഭണം വികാരഃ, വാക്കിനാൽ ആരംഭിക്കപ്പെടുന്ന വികൃതികളാണ്. പരമാർത്ഥം സത്യം ഏകം മാത്രം. ആ ഒരു സത്താമാത്രമാണ് എന്നല്ല നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തു. ഏതെങ്കിലും ഒന്നിന് ജാതിയോ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നതെന്ന് നിശ്ചയിക്കാം, ഇന്നതെന്ന് വ്യവഹരിക്കാം. എന്നാൽ പരമമായ സത്യം ജാതി നാമ രൂപ ഗുണക്രിയാ സംബന്ധങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇന്നതെന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല. എൻ മനസാനമനുതേ ഉപനിഷത്ത് പ്രഖ്യാപിക്കും. യാതൊന്ന് മനസ്സിനാൽ മനസ്സിലാക്കപ്പെടുന്നില്ലയോ. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എവിടെ നിന്നാണോ വാക്കുകൾ മനസ്സിനോടുകൂടെ പിന്തിരിയുന്നത് അതാണ് പരമസത്യം. ആ സത്യത്തെ ബോധിപ്പിക്കുകയാണ്. ഇന്നതെന്ന് നിശ്ചയിച്ചറിഞ്ഞുകൂടാതെ വസ്തുവാണെന്നറിഞ്ഞാലും ഇത് നീ നിശ്ചയിക്കൂ. ഇപ്പം എന്താണ് ഈശ്വരനെക്കുറിച്ച് നിശ്ചയിക്കേണ്ടത്? നിശ്ചയിച്ചറിഞ്ഞുകൂടാത്ത വസ്തുവാണെന്ന് നിശ്ചയിക്കൂ. ഇതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട നിശ്ചയം. എന്നിരിക്കെ ഈശ്വരനെ സംബന്ധിച്ച് കലഹിക്കുന്ന മൂഢത എത്രമാത്രം നമ്മൾ അനുവർത്തിക്കുകയാണ് ലോകത്തിൽ. ഇന്നതെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തതിനെ പറഞ്ഞ് മതം മാറ്റ പ്രവർത്തനങ്ങൾ എത്ര അനുസ്യൂതമായി നടക്കുന്നു ലോകത്തിൽ. ഇപ്പം ഈശ്വരൻ ഏകനെന്നിരിക്കെ, അവൻ നിശ്ചയിക്കപ്പെടാത്തവനെന്നിരിക്കെ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് എന്ത് സ്ഥാനം? ചിന്തിക്കുക. വളരെ പ്രസക്തമായ വിഷയമാണ്. നമ്മളെല്ലാവരും തന്നെ ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മൃത്യുഞ്ജയ ഹോമം. എന്തിനാണത് ചെയ്യുന്നത് എന്ന് ആദ്യം ഒന്ന് ചുരുക്കത്തിൽ പറയാം. എങ്ങനെയാണോ പാകമായിട്ടുള്ള ഒരു വെള്ളരി സ്വമേധയാ അതിൻ്റെ ആ ഞെട്ടിൽ നിന്ന് അച്ചു വീഴുന്നത്, അതുപോലെ എൻ്റെ പ്രാണനെ ഭഗവാനെ അങ്ങ് അങ്ങയിലേക്ക് ചേർക്കണേ എന്നാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം എല്ലാവർക്കും വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ കൊണ്ട് മരണം സംഭവിക്കാതിരിക്കാൻ, ആ മരണത്തെ ജയിക്കാൻ, ഒരു തരത്തിലുള്ള കാലത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾക്കല്ലാതെ മരണം സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ ജീവൻ പരമമായിട്ടുള്ള ഗതിയെ പ്രാപിക്കാനാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. മൃത്യുഞ്ജയൻ എന്ന് വിളിക്കുന്നത് സാക്ഷാൽ മഹാദേവനെയാണ്. എങ്ങനെയാണ് ഭഗവാന് മൃത്യുഞ്ജയൻ എന്ന പേര് കിട്ടിയത് എന്നുള്ള കഥയാണ് നാം ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ഇത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ഭഗവാന്റെ ഏറ്റവും പരമഭക്തനായിട്ടുള്ള മാർക്കണ്ഡേയൻ എന്ന മഹർഷിയുടെ കഥയാണ്. ഈ കഥ നമുക്കൊന്ന് ചുരുക്കത്തിൽ ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം അതിൻ്റെ തത്വാംശം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. മൃഗണ്ടു മധ്രുവതി എന്നുള്ള 2 താപസ ദമ്പതിമാർ ജീവിച്ചിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. നിരവധി കാലം പലതരത്തിലുള്ള ഹോമങ്ങളും പൂജകളൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഒരു സന്താന സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. അവർ ഭഗവാൻ മഹാദേവനെ അതികഠിനമായിട്ട് തപസ് ചെയ്തു. ഭഗവാനെ, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് തരണേ എന്ന് ഭഗവാനോട് അവർ യാചിച്ചു. അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ അവരെ വന്ന് അനുഗ്രഹിച്ചു. പക്ഷെ അവരുടെ കർമ്മഫലം കൊണ്ട് ഭഗവാൻ ആ വരദാനത്തെ 2 തെരഞ്ഞെടുക്കലായിട്ട് അവരുടെ മുമ്പിലേക്ക് നീട്ടി. ഭഗവാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മകനെ തരാം, അറിവുള്ള പണ്ഡിതനായിട്ടുള്ള ഭക്തനായിട്ടുള്ളൊരു മകനെ തരാം. പക്ഷെ അവന് അല്പായുസായിരിക്കും.
അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദുർബുദ്ധിയായിട്ടുള്ള ദുരാഗ്രഹിയായിട്ടുള്ള ഒരു മകനെ തരാം, അവൻ ദീർഘായുസ്സുള്ളവനായിരിക്കും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭഗവാനോട് പറയാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഭഗവാനെ, അല്പായുസ്സാണെങ്കിലും ഞങ്ങൾക്ക് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കുമാരനെ തരണേ. അങ്ങനെയാണ് അവരുടെ മകനായി മാർക്കണ്ഡേയൻ ജനിക്കുന്നത്. മാർക്കണ്ഡേയൻ്റെ ഓരോ പിറന്നാളും ആഘോഷങ്ങളില്ലാതെയാണ് കടന്നുപോയത്. കാരണം ഓരോ വർഷം കഴിയുന്തോറും മാതാപിതാക്കൾക്ക് ഭയമാണ്. 16 വയസ്സ് കഴിഞ്ഞാൽ ഈ മകൻ തങ്ങളെ വിട്ടു പോകും എന്നവർ ഭയപ്പെട്ടിരുന്നു. മാതാപിതാക്കളുടെ ഈ ഒരു ഭയം മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് ഈ സ്വാഭാവികമായിട്ടുള്ള മരണഭയം ഇല്ല അമ്മേ, ഞാൻ എൻ്റെ മഹാദേവനെ പൂജിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ മഹാദേവൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാർക്കണ്ഡേയൻ മാറി. സദാസമയവും ശിവഭജനവും ശിവപൂജയും പഞ്ചാക്ഷര വചനവും മാത്രമായി മാർക്കണ്ഡേയൻ തൻ്റെ ബാക്കിയുള്ള ജീവിതകാലം ജീവിച്ചു തീർത്തു. അങ്ങനെ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം വന്നു. 16 വയസ്സ് പൂർത്തിയായിട്ടുള്ള വിധിയുടെ നിയമം അനുസരിച്ച് 16 വയസ്സ് പൂർത്തിയായ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി യമദൂതന്മാരാണ് ആദ്യം വരുന്നത്. പക്ഷേ മാർക്കണ്ഡേയൻ്റെ തപശക്തി കൊണ്ട് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് പോകാൻ പോലും യമദൂതന്മാർക്ക് സാധിച്ചില്ലത്രേ. ഈ വിവരം അവർ യമരാജാവിനെ തന്നെ അറിയിക്കുന്നു. സാക്ഷാൽ യമരാജാവ് സ്വയം മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി ആ മാർക്കണ്ഡേയ കുമാരൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതൊന്നും അറിയാതെ, ചുറ്റും സംഭവിക്കുന്നത് എന്തൊന്നും അറിയാതെ മാർക്കണ്ഡേയൻ മഹാദേവനെ പൂജിച്ചുകൊണ്ടേയിരിക്കുന്നു. സമയം അതിക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യമരാജാവ് യമപാശം മാർക്കണ്ഡേയന് നേരെ എറിയാണ്. ആ യമപാശം വന്ന് വീഴുന്നത് എവിടെയാണ്? മാർക്കണ്ഡേയൻ്റെ ദേഹത്ത് മാത്രമല്ല, മാർക്കണ്ഡേയൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തിലൂടെ ചേർത്താണ് യമരാജാവിൻ്റെ പാശം വന്ന് വീഴുന്നത്. യമരാജാവിൻ്റെ ശക്തമായിട്ടുള്ള വരിയിൽ മാർക്കണ്ഡേയ കുമാരനെ അല്ല യമരാജാവ് കണ്ടത്, സാക്ഷാൽ മഹാദേവൻ തന്നെ അവിടെ പ്രത്യക്ഷനാവുന്നു. മഹാദേവൻ യമരാജാവിനോട് ചോദിക്കുന്നുണ്ട്, താൻ കാലനാണ്, ഞാൻ കാലകാലനാണ്, എൻ്റെ ഭക്തനെ തൊടാനുള്ള ഒരവകാശവും താങ്കൾക്കില്ല. എൻ്റെ ഭക്തന് നേരെ കാലപാശം എറിഞ്ഞ അങ്ങേ ഞാനിതാ നിഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ കാലനെ വധിച്ചു എന്നാണ്. ഭക്തന് വേണ്ടി കാലനെ വധിക്കാൻ തയ്യാറായിട്ടുള്ള ഭഗവാനാണ് മഹാദേവൻ. ഭക്തൻ്റെ ആയുസ്സിന് വേണ്ടി, ഭക്തൻ്റെ ക്ഷേമത്തിന് വേണ്ടി വിധിയെപ്പോലും മറികടന്ന ആളാണ് മഹാദേവൻ. ആ മഹാദേവൻ തൻ്റെ ഭക്തനായിട്ടുള്ള മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുന്നു. 16 വയസ്സ് നിത്യവും നിനക്കുണ്ടാവട്ടെ, നിനക്കൊരു കാലത്തും മരണം സംഭവിക്കില്ല, നീ ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. മഹാദേവൻ്റെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ എപ്പോഴും മാർക്കണ്ഡേയൻ അതിൻ്റെ അത്യുന്നത സ്ഥാനത്ത് വർത്തിക്കുന്നു. അദ്ദേഹം എഴുതിയ മാർക്കണ്ഡേയ പുരാണം ഇന്നും ഭാരതത്തിൽ നിരവധിയായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യാനായിട്ട് നാം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയുള്ള ആ മാർക്കണ്ഡേയ കുമാരൻ്റെ കഥയിൽ നിന്ന് കാലനെ വധിച്ച് കാലകാലനായി തീർന്ന, മൃത്യുഞ്ജയനായി തീർന്ന മഹാദേവൻ്റെ ആ തൃപ്പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ഈ കഥയുടെ തത്വാംശത്തെക്കുറിച്ച് ഒന്ന് വിചാരിക്കാം. എന്താണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? കാലനെ ഭഗവാൻ വധിച്ചു എന്ന് പറയുമ്പോൾ യമരാജാവിനെ ഭഗവാൻ വധിച്ചു എന്ന് മാത്രം അർത്ഥമെടുക്കാതെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആത്യന്തികമായിട്ടുള്ള ഭയം, ഏത് ഭയം? മരണഭയം. ആ മരണഭയത്തെയാണ് ഭഗവാൻ വധിക്കുന്നത്. യമരാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് നാം ജനിച്ച അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന ആ വലിയ ഭയം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് മരിക്കുമോ, നാളെ മരിക്കുമോ, എനിക്ക് നാശം സംഭവിക്കുമോ, ഈ നിരന്തരമായിട്ടുള്ള ചിന്തയാണ് ജീവിതത്തിൽ എവിടെയും എത്താതെ നമ്മളെ തളച്ചിടുന്നത്. നമ്മുടെ നാശത്തെയാണ് നാം നിരന്തരം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ നാശത്തിൽ നിന്നുള്ള ഭയം, ആ നാശത്തെക്കുറിച്ച് ഓർത്തുള്ള നിരന്തരമായിട്ടുള്ള മരണം, അതിൽ നിന്നാണ് ഭഗവാൻ മൃത്യുഞ്ജയനായി നമ്മെ സംരക്ഷിക്കുന്നത്. ആ മരണമാണ് ഭഗവാൻ ഇല്ലാതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പരമശിവഭക്തർക്കെല്ലാം തന്നെ മരണഭയം ഉണ്ടാവുകയില്ല. അവർക്കറിയാം തങ്ങളെ രക്ഷിക്കാൻ എല്ലാ സമയത്തും കാലകാലനായിട്ടുള്ള, മൃത്യുഞ്ജയനായിട്ടുള്ള, കൈലാസനാഥനായിട്ടുള്ള ഭഗവാനുണ്ട്. അതുകൊണ്ട് തങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മം എന്തോ അത് മരണഭയമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. മരണഭയം എല്ലായ്പ്പോഴും നമ്മളെ പുറകിലേക്ക് പിടിച്ചു വലിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പോലും ഞാനിതൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് എന്നുള്ള ചിന്ത ആത്യന്തികമായിട്ടുണ്ടാവുന്നത് മരണഭയത്തിൽ നിന്നാണ്. ആ മരണഭയത്തിൽ നിന്ന് മാറി ജ്ഞാനത്തെ, സത്യമായിട്ടുള്ള പരമ്പൊരുളായിട്ടുള്ള മഹാദേവനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മാർക്കണ്ഡേയൻ്റെ കഥയിലൂടെ ഭഗവാൻ ആ വലിയ തത്വം തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു.
അടുത്തൊരു ദേവതാസങ്കല്പവുമായി അടുത്ത കഥയുമായി വീണ്ടും കഥയും അമ്മയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.